അടുത്തതായി എങ്ങനെയാണ് ഒരു പ്രൊക്കാരിയോട്ടിൽ DNA പാക്കേജിങ് നടക്കണമെന്ന് നോക്കാം. സോ DNA പാക്കേജിങ് ഇൻ പ്രൊക്കാരിയോട്സ്. പ്രൊക്കാരിയോട്സിൻ്റെ പ്രത്യേകത എന്താണ്? പ്രൊക്കാരിയോട്സ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ആ പ്രൊക്കാരിയോട്സിൽ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, അല്ലെങ്കിൽ ആ ന്യൂക്ലിയസിന് ബൗണ്ടഡ് ആയിട്ടൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. അതുപോലെ അതിലെ DNA എന്ന് പറയുന്നത് സ്കാറ്റേർഡ് ആയിട്ടല്ല കിടക്കുക. സോ നമ്മൾ പ്രൊക്കാരിയോട്സിൻ്റെ പ്രത്യേകതകളൊക്കെ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് നോ ഡിഫൈൻ ന്യൂക്ലിയസ് ആൻഡ് നോട്ട് ബൗണ്ടഡ് ബൈ ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് DNA is not scattered. DNA scattered അല്ല, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല, അതുപോലെ ന്യൂക്ലിയർ മെംബ്രെയിൻ വെച്ചിട്ട് ന്യൂക്ലിയസ് കവേർഡ് ആയിട്ടില്ല. അപ്പോൾ എവിടെയാണോ ഈ പ്രൊക്കാരിയോട്ടിൽ DNA ഇരിക്കുന്നത് ആ റീജിയനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റിൽ ദ റീജിയൻ വെയർ DNA ഈസ് പ്രസൻറ്റ്. DNA അല്ലെങ്കിൽ ജെനറ്റിക് മെറ്റീരിയലുള്ള ആ പ്രൊക്കാരിയോട്സിൻ്റെ ഭാഗത്തിനെ വിളിക്കുന്ന പോർഷനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോയിഡ്. ആ ന്യൂക്ലിയോയിഡിലാണ് ജെനറ്റിക് മെറ്റീരിയൽ പ്രൊക്കാരിയോട്ടിൽ ഉണ്ടാവുക. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സർക്കുലർ ക്രോമസോം. ലീനിയർ ക്രോമസോം അല്ല, പ്രൊക്കാരിയോട്ടിൽ സർക്കുലർ ക്രോമസോം ആയിരിക്കും. ആ സർക്കുലർ ക്രോമസോമുള്ള ആ ജെനറ്റിക് മെറ്റീരിയലുള്ള ഭാഗം പ്രൊക്കാരിയോട്ടിനെ വിളിക്കുന്നത് ന്യൂക്ലിയോയിഡ് എന്നാണ്. വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ഈ പറഞ്ഞ ജെനറ്റിക് മെറ്റീരിയൽ ആ പെർട്ടിക്കുലർ പ്ലേസിൽ ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞ പ്ലേസിൽ ഇരിക്കുന്നുണ്ടാവുക. DNAയുടെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. DNAക്ക് നെഗറ്റീവ് ചാർജാണ്. സോ ആ നെഗറ്റീവ് ചാർജുള്ള DNAനെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ചാർജ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ബൈൻഡ് ചെയ്താലേ അത് അട്രാക്റ്റ് ചെയ്യുള്ളൂ. ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്റ്റ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുള്ളൂ. അപ്പോൾ ഈ ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞ പൊസിഷനിൽ ഈ പറഞ്ഞ ജെനറ്റിക് മെറ്റീരിയൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ DNA നെഗറ്റീവ് ചാർജാണ്. ആ DNAനെ ഹെൽഡ് വിത്ത് സം പ്രോട്ടീൻ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ വെച്ചിട്ട് DNAനെ പിടിച്ചു നിർത്തണം. സോ ആ പ്രോട്ടീൻ എന്തായിരിക്കണം? പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കണം. സോ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീനുകൾ നെഗറ്റീവ് ചാർജുള്ള DNAയുമായിട്ട് അട്രാക്റ്റ് ചെയ്തിരും ഇൻ എ റീജിയൻ കോൾഡ് ന്യൂക്ലിയോയിഡ്. സോ ഇത്രയാണ് നെഗറ്റീവ് ചാർജുള്ള DNA പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീനുമായിട്ട് ഹെൽഡപ്പായ ഒരു പെർട്ടിക്കുലർ റീജിയനിലിരിക്കുന്നു. ആ പെർട്ടിക്കുലർ റീജിയനിൽ തന്നെ ഇരിക്കാൻ കാരണം DNA നെഗറ്റീവ് ചാർജും അതിനെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീനുണ്ട്. ആ പെർട്ടിക്കുലർ റീജിയനെ വിളിക്കുന്ന പേരാണ് നമ്മൾ പറഞ്ഞ ന്യൂക്ലിയോയിഡ്. സോ DNA ഇൻ എ ന്യൂക്ലിയോയിഡ്, ഈ ജെനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്ന ആ ഭാഗം ന്യൂക്ലിയോയിഡ്. സോ DNA ഇൻ എ ന്യൂക്ലിയോയിഡ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു, ആ DNA എങ്ങനെ ഓർഗനൈസ്ഡ് ഇൻ ടു ലാർജ് ലൂപ്പുകളായിട്ട്, വലിയ വലിയ ലൂപ്പുകളായിട്ടാണ്. ആ ലൂപ്പുകളായിട്ട് നിൽക്കണമെങ്കിൽ ഇറ്റ് ഈസ് ഹെൽഡ് ബൈ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീൻ. സോ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി നെഗറ്റീവ് ചാർജുള്ള DNA ലാർജ് ലൂപ്പുകളായിട്ട് ആ ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹെൽഡപ്പ് ആവണം. സോ DNA നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീനുമായിട്ട് ലൂപ്പുകളായിട്ട് ന്യൂക്ലിയോയിഡിലാണ് അതിൻ്റെ പ്ലേസ്. സോ എന്ത് പറയുകയാണെങ്കിൽ DNA ഈസ് ഫോൾഡഡ് ടു പ്രസൻറ്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ഇങ്ങനെയാണ് ആ ന്യൂക്ലിയസ് DNA ഫോൾഡ് ചെയ്ത്, എങ്ങനെ ഫോൾഡ് ചെയ്യുന്നത്? ലൂപ്പ് ഫോമിൽ. എങ്ങനെ ലൂപ്പ് ഫോമിൽ ഫോൾഡ് ആവാൻ പറ്റുന്നത്? ആ DNAയുടെ കൂടെ എന്താണുള്ളത്? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീൻ ഉള്ളത്. സോ DNA ഇപ്രകാരമാണ് ആ ന്യൂക്ലിയസിൽ ഫോൾഡഡ് ആയിട്ട്, ആ ന്യൂക്ലിയസ് അത്രയും ചെറിയ ന്യൂക്ലിയസിൽ ലെങ്ത് ഉള്ള DNA ഫോൾഡ് ചെയ്ത് കിടക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത് DNA പാക്കേജിങ് ഇൻ പ്രൊക്കാരിയോട്ട്.